ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മഷ്റൂം മസാല റെസിപ്പി ആയാലോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു വലിയ സവോള, ഒരു വലിയ തക്കാളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 4-5 വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില, മല്ലിയില. ഇതെല്ലാം വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ പൊടികൾ ചേർക്കണം, അത് ഞാൻ തയ്യാറാക്കുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം തന്നെ മഷ്റൂം വാഷ് ചെയ്ത് അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ആദ്യം ഇതിൻ്റെ തണ്ട് മാറ്റിയതിന് ശേഷം സ്കിന്ന് താഴെ നിന്ന് മുകളിലേക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാം. സ്കിൻ റിമൂവ് ചെയ്യാതെയും കുക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വഴുവഴുപ്പുണ്ടാവും, അതാണ് ഡിഫറൻസ്. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ചെയ്യാം. ഞാനിവിടെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തെടുക്കുകയാണ്. പിന്നെ വാഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വാഷ് ചെയ്യണം, അതിൽ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഇതുപോലെ 4-5 പീസുകളായിട്ട് എല്ലാതും കട്ട് ചെയ്തെടുക്കാം. ഇത് 250 ഗ്രാം മഷ്റൂമാണുള്ളത്. പിന്നെ അതിൻ്റെ തണ്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ എല്ലാ മഷ്റൂംസും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് മഷ്റൂം മസാല റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വയ്ക്കുക. സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലേക്ക് 4 പീസ് കറുകപ്പട്ട ആഡ് ചെയ്യുക. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളക്, ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, പിന്നെ കറിവേപ്പില എല്ലാം ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അപ്പോൾ സവോള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടുന്നതാണ്. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്ത് അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പച്ച സ്മെല്ലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. നെക്സ്റ്റ് തക്കാളി ഒരു 3/4 വേവ് ആവുന്നത് വരെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മഷ്റൂം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി എല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം മഷ്റൂമിൽ തന്നെ വെള്ളം വരും.
അപ്പോൾ ഇതാ ഇപ്പോൾ 15 മിനിറ്റ് ആയി. അപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് അവസാനമായിട്ട് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.